നാവികസേനാ ദിനം ആഘോഷിക്കുകയാണെന്ന് രാജ്യം. 1971 പാകിസ്ഥാൻ മേൽ ഇന്ത്യ നേടിയ ഉജ്ജ്വല വിജയം ഓപ്പറേഷൻ ട്രൈഡന്റ് വിജയത്തിന്റെ വാർഷിക ദിനമാണ് നാവികസേനാ ദിനമായി ആചരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലെ വൻ വിജയത്തിന്റെ തിളക്കം ഇക്കുറി ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നുമുണ്ട്. ഡിസംബർ 3 11 ഇന്ത്യൻ വ്യോമകേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം ആരംഭിച്ചു. തൊട്ടടുത്ത ദിവസം ഇന്ത്യൻ നാവികസേന നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ ട്രിഡന്റ്, പാകിസ്ഥാനെ തറപറ്റിക്കാൻ പഴുതടച്ച പദ്ധതി. കപ്പൽവേദ മിസൈലുകൾ ആദ്യമായി ഉപയോഗിച്ചത് ഓപ്പറേഷൻ ട്രിഡന്റിലാണ്. INS നിബത്ത്, INS നിർഗഡ്, INS വീർ 3 വിദ്യുത് ക്ലാസ് മിസൈൽ ബോട്ടുകൾ ഇന്ത്യൻ നാവികസേനയുടെ കുന്തമുനകളായി. ലക്ഷ്യം പാകിസ്ഥാന്റെ നാവികാസ്ഥാനമായ കറാച്ചി തുറമുഖം. INS നീർഗഡിൽ നിന്നും തൊടുത്ത ആദ്യ മിസൈൽ പാക് നാവികസേനയുടെ ഏറ്റവും കരുത്തുറ്റ യുദ്ധക്കപ്പൽ PNS ഖൈബറിനെ ചരിത്രമാക്കി. INS നിബതിൽ നിന്നും തൊടുത്ത 2 മിസൈലുകൾ വെടിക്കോപ്പുകൾ നിറച്ചിരുന്ന ഒരു ചരക്ക് കപ്പലിനെ പൂർണ്ണമായും തകർത്തു. PNS ഷാജഹാൻ എന്ന യുദ്ധക്കപ്പലിന് വൻ നാശനഷ്ടം സംഭവിച്ചു. INS വീറിന്റെ ആക്രമണത്തിൽ പാക് യുദ്ധക്കപ്പൽ PNS മുഷഫിസിനെ അപായ സന്ദേശം പോലും അയക്കും മുമ്പേ കടലിൽ മുക്കി. കറാച്ചി തുറമുഖത്തെ ഇന്ധന ടാങ്കറുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ 700-ലധികം പാക് സൈനികർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ തോൽവി ഉറപ്പാക്കിയായിരുന്നു ഇന്ത്യൻ നാവികസേന ദൗത്യസംഘത്തിന്റെ സുരക്ഷിതമായ മടക്കം. ആസ്ഥാനം തന്നെ തകർന്ന പാക് നാവികസേന ശേഷം യുദ്ധത്തിൽ കാഴ്ചക്കാർ മാത്രമായി. തന്ത്രപ്രധാനമായ തുറമുഖത്തിന്റെ തകർച്ച പാകിസ്ഥാനെ ഉലച്ചു. ഈ ഉജ്ജ്വല വിജയത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഡിസംബർ 4 ഇന്ത്യൻ നാവികസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ പടക്കപ്പലുകൾ അറബിക്കടലിൽ ഇറങ്ങിയപ്പോൾ 1971 ഓപ്പറേഷൻ ട്രിഡന്റ് ഏൽപ്പിച്ച ഭീകരാഘാതത്തിന്റെ ഓർമ്മകൾ കൂടിയാണ് പാകിസ്ഥാനെ മുട്ടുമടക്കിച്ചത്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.